ആൻറ്റി ഫംഗൽ ഡ്രഗ്സ്. ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ടും ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ഡീപ്പ് ഇൻഫെക്ഷൻ, ഫംഗസ് മൂലം സൂപ്പർഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ വരുവാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ്, അതായത് കീമോതെറാപ്പി അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിൽ ഇമ്മ്യൂണിറ്റി കുറയും. അങ്ങനെയുള്ള ആളുകളിലായിരിക്കും കൂടുതലായിട്ട് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത്. മെയിനായിട്ടും രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. സിസ്റ്റമിക് ഏജൻറ്റും ടോപ്പിക്കൽ ഏജൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡ്രഗ്സ് ആൻറ്റി ഫംഗൽ ഡ്രഗ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ സിസ്റ്റമിക് ഏജൻസിൽ വരുന്നതാണ് ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റി മെറ്റബോളൈറ്റ്സ്, അസോൾസ്, അലിലാമൈൻസ്, എക്കൈനോകാൻഡിൻസ് ഒക്കെ പറയുന്നത്. അത് ഏതൊക്കെയാണ് അതിൽ വരുന്ന ഡ്രഗ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ടോപ്പിക്കൽ ഏജൻസിൽ വരുന്നതാണ് പോളിൻ ആൻറ്റിബയോട്ടിക്സ്, ഇമിഡസോള്, മിസെലനസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈ പടം കണ്ടോ ഓരോ ഡ്രഗ്സും എവിടെയാണ് ആ ഫംഗസിൻ്റെ എവിടെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഓരോ ആൻറ്റിബയോട്ടിക്സ് നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് വൺ ആംഫോട്രസിൻ ബി. ആംഫോട്രസിൻ ബി എന്ന് പറയുന്ന ഒരു പോളിൻ ആൻറ്റിബയോട്ടിക് ആണ്. മെയിനായിട്ടും ആൻറ്റി ഫംഗൽ ആക്ഷൻ, അതായത് സിസ്റ്റമിക് മൈക്കോസിസിൻ്റെ കേസിൽ ആണ് നമ്മൾ ഈ ആംഫോട്രസിൻ ബി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫംഗസിൻ്റെ സെൽ മെംബ്രൈനിൽ പ്രസൻ്റ് ആയിരിക്കുന്ന എർഗസ്ട്രോളിൽ പോയിട്ട് ഈ ആംഫോട്രസിൻ ബി ബൈൻഡ് ചെയ്യുന്നു. ദെൻ എന്നിട്ടൊരു മൈക്രോസ്പോർ അല്ലെങ്കിൽ ഒരു ചാനൽ ചാനൽ ഫോം ചെയ്യുന്നു. അങ്ങനെ ആ ചാനൽ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പെർമിയബിലിറ്റി, ആ സെല്ലിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ അതിനകത്തുള്ള ഇലക്ട്രോലൈറ്റ്സ്, മോളിക്യൂൾസ് എല്ലാം പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ആ സെല്ല് ഡെത്ത് ആവുന്നു. ദെൻ മെയിനായിട്ടും കാൻഡിഡിയാസിസ്, കൊക്കീഡിയോമൈക്കോസിസ്, ആസ്പെർജിലോസിസ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കേസിലാണ് നമ്മൾ ആംഫോട്രസിൻ ബി ഡ്രഗായിട്ട് കൊടുക്കുന്നത്. പിന്നെ അതായിട്ടും ഇതിൻ്റെ ഈ ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അക്യൂട്ടായിട്ടുള്ള റിയാക്ഷൻ, ചിലപ്പോൾ നോസിയ, വോമിറ്റിംഗ്, ഫീവർ, ചിൽസ്, അനീമിയ അങ്ങനെയുള്ള കുറച്ച് ടോക്സിക് എഫക്ട്സും കാണിക്കാറുണ്ട്. ഇതിൻ്റെ ഡോസാണ് പറയുന്നത്. ദെൻ അടുത്ത ആൻറ്റിബയോട്ടിക്കാണ് ഗ്രീസൾഫോവൾവിൻ എന്ന് പറയുന്നത്. ഈ ഗ്രീസൾഫോവൾവിൻ എന്ന് പറയുന്നത് മെയിനായിട്ടും ആദ്യമായിട്ട് ഓറലി കൊടുക്കാൻ പറ്റിയ ഒരു ആൻറ്റി ഫംഗൽ ഏജൻ്റായിട്ട് കണ്ടുപിടിച്ചത് ഈ ഗ്രീസൾഫോവൾവിനാണ്. എവിടെ നിന്നാണെന്ന് വെച്ചാൽ പെൻസിലിയം ഗ്രീസോവൾവം എന്ന് പറയുന്ന ഒരു ഫംഗൽസിൽ നിന്നാണ് ഈ ആൻറ്റിബയോട്ടിക്സ് ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. ദെൻ ഇത് ഓറലി കഴിക്കാൻ പറ്റുമെന്നും മനസ്സിലാക്കിയത്. ദെൻ ഇത് മെയിനായിട്ടും എപ്പിഡെർമോഫൈറ്റൺ, ട്രൈക്കോഫൈറ്റൺ അങ്ങനെയുള്ള സ്പീഷ്യസിനായിരിക്കും എഗനസ്റ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാൻഡിഡയ്ക്കൊന്നും യൂസ്ഫുൾ അല്ല. ഇതിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മെറ്റാഫേസിൻ്റെ സമയത്ത് ആ ഒരു ടൈമിലുണ്ടാകുന്ന മൈറ്റോസിസിനെ ഇൻ്റർഫിയർ ചെയ്യുക, അതായത് ആ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് അത് സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു ഫംഗസിൻ്റെ സെൽ ഡിവിഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദെൻ ആ ഫംഗസ് എന്ത് ചെയ്യുന്നു, ഡെഡായി പോകുന്നു. മെയിനായിട്ടും സൂപ്പർഫിഷ്യൽ റിംഗ് വോംസ്, ഡെർമാറ്റോഫൈറ്റ്സിനൊക്കെ എതിരെയായിട്ടാണ് നല്ല ഒരു ആക്ടിവിറ്റി കാണിക്കുന്നത്. പിന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അപ്സെറ്റ് ഉണ്ടാകും, ഹെഡ് ഏക്ക്, റാഷസ്, അതൊക്കെ ചില ഒരു അഡ്വേഴ്സ് എഫക്റ്റാണ് ഇതിൻ്റെ. ദെൻ കീറ്റോകൊണസോൾ എന്ന് പറയുന്നതും ആദ്യമായിട്ട് നമുക്ക് ആൻറ്റി ഫംഗൽ ഏജൻറ്റ് ഓറലി കഴിക്കാൻ പറ്റുന്ന ഒരു ഇമിഡസോൾ ഗ്രൂപ്പിനകത്ത് വരുന്നതാണ്. ദെൻ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 14-ആൽഫ ഡീമെഥിലേസിൻ്റെ ഇൻഹിബിറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുന്നു, എർഗസ്ട്രോൾ സിന്തസിസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദെൻ സെല്ലുലാർ കണ്ടൻറ്റ് എന്ത് ചെയ്യുന്നു, അവിടെ ലീക്ക് ചെയ്യുന്നു. അപ്പം ഈ കീറ്റോകൊണസോൾ പോയി ആക്ട് ചെയ്യുന്നത് 14-ആൽഫ ഡീമെഥിലേസിലാണ്. ഈ എൻസൈം എർഗസ്ട്രോളിൻ്റെ സിന്തസിസിന് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ പോയി ആക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എർഗസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദെൻ ആ ഫംഗസ് എന്ത് ചെയ്യുന്നു, സെൽ ലീക്കേജ് ഉണ്ടായി ഡെത്തായി പോകുന്നു. അതിനും നോസിയ, വോമിറ്റിംഗ് അതൊക്കെ അതിൻ്റെ ഒരു കാരണങ്ങളാണ്. മെയിനായിട്ടും നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻസ്, ടീനിയ ക്രൂസിസ് പോലെയുള്ള റിംഗ് വോം, അത്ലറ്റ് ഫുട്ട് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കീറ്റോകൊണസോൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫ്ലൂക്കനസോൾ എന്ന് പറയുന്നത് മെയിനായിട്ടും കീറ്റോകൊണസോളിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വാട്ടറിൽ സൊലുബിൾ ആയിട്ടുള്ളത് ഈ ഫ്ലൂക്കനസോളാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ CSFലും ഓക്കുലർ ഫ്ലൂയിഡ്, വജൈനൽ ടിഷ്യൂവിൽ, സലൈവ, നെയിലിൽ ഒക്കെ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് കയറാനായിട്ട് ഈ ഫ്ലൂക്കനസോളിന് കഴിവുണ്ട്. അത് കീറ്റോകൊണസോളിൻ്റെ പോലെ തന്നെ സെയിം ആക്ഷനാണ്. 14-ആൽഫ ഡീമെഥിലേസിലാണ്
അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൈസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു പൗഡർ ഫോമിലാണ്. ദെൻ ഓറൽ പിന്നെ വാജിനൽ ടാബ്ലറ്റ്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള നമുക്കിത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർഗസ്ട്രോളിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദെൻ ഫംഗൽ സെൽ മെമ്പറൈൻ്റെ മേജർ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണല്ലോ ഈ എർഗസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പോയിട്ട് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് വരുന്നു, പോസ് വരുന്നു. ദെൻ അവിടെ ലീക്കേജ് ഉണ്ടാകുന്നു. അങ്ങനെ ഫംഗസ് ഡെത്ത് ആവുന്നു. അപ്പോൾ ക്യാൻഡിഡയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ നൈസ്റ്റാറ്റിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ക്ലോട്രിമസോള്, ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏതൊക്കെ ഡിസീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡോസേജ് എത്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് എന്ന് പറയുന്നത്.